വെൽക്കം ടു സ്റ്റാൻഡേർഡ് 9 മാത്തമാറ്റിക്സ് ക്ലാസ്. ചാപ്റ്റർ 1 ആണ്. അതായത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. അതിലെ പാർട്ട് 4 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അതായത് പേജ് 10 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ട്? ഇൻ എ ക്ലാസ് there are 4 more girls than boys. A day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? അതായത് ഗേൾസിൻ്റെ എണ്ണം ബോയ്സിനേക്കാൾ 4 കൂടുതലാണ്. അപ്പോൾ 8 ബോയ്സ് ആബ്സെൻ്റ് ആയിരുന്ന ഒരു ദിവസം ഗേൾസിൻ്റെ എണ്ണം എന്തായി? ടോയ്സ് ദ നമ്പർ ഓഫ് ബോയ്സ്, ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ടോയ്സായി മാറി. അപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ എണ്ണം എക്സ് എന്നെടുക്കാം. അതായത് ആൺകുട്ടികളുടെ എണ്ണം എക്സ്, നമ്പർ ഓഫ് ഗേൾസ് പെൺകുട്ടികളുടെ എണ്ണം അതിനേക്കാൾ 4 കൂടുതലാണല്ലോ, അപ്പോൾ x+4 എന്നെടുക്കാം. ഇനി നമ്പർ ഓഫ് ഗേൾസ് എക്സ് എന്നെടുത്തവരാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം അതിനേക്കാൾ 4 കുറവായിട്ട് എടുക്കണം. നമ്പർ ഓഫ് ബോയ്സ് x-4 എന്നെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ബോയ്സിൻ്റെ എണ്ണമാണ് എക്സ് എന്നെടുത്തത്, അതുകൊണ്ട് ഗേൾസിൻ്റെ എണ്ണം അതിനേക്കാൾ 4 കൂടുതൽ x+4 എന്നെടുത്തു. ഇനി ദ ഡേ വെൻ 8 ബോയ്സ് വെയർ ആബ്സെൻറ്റ്, അതായത് 8 ആൺകുട്ടികൾ മാത്രം വന്നിരുന്ന ദിവസം, 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം, 8 പേര് ആബ്സെൻ്റ് ആയിരുന്ന ദിവസം ബോയ്സിൻ്റെ എണ്ണം എത്രയായി? ഇവിടെ ആദ്യത്തെ എണ്ണം എക്സ് ആയിരുന്നല്ലോ, അതിൽ നിന്ന് 8 കുറഞ്ഞ് x-8. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ടോയ്സാണ് ഗേൾസിൻ്റെ എണ്ണം. ഗേൾസിൻ്റെ എണ്ണം x+4 തന്നെയാണ്. ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ 2 ടൈംസ് x-8. ബോയ്സിൻ്റെ എണ്ണം x-8 ആണല്ലോ അന്നത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ടോയ്സ് എന്ന് പറയുമ്പോൾ 2 × x-8 = x+4. ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 2x - 16, 2 × 8 16 = x+4. ഇനി എക്സ് നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. 2x - x, അപ്പോൾ അത് -x ആകും. അതുപോലെ തന്നെ ഈ -16 റൈറ്റിലേക്ക് പോകുമ്പോൾ +16 ആകും. അപ്പോൾ അതിൻ്റെ വാല്യൂ 4 + 16 20. അതായത് 2x നിന്ന് x പോയാൽ x ആണ് കിട്ടുക. x = 20. അതായത് ബോയ്സിൻ്റെ എണ്ണം 20, ഗേൾസിൻ്റെ എണ്ണം 24. പേജ് 11 ക്വസ്റ്റ്യൻ നമ്പർ 6. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 4/1. ഏതാണ് ഭിന്നസംഖ്യ? ഈ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/3 if instead 1 is added to the denominator and then simplified it becomes 1/4. What is the fraction? അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഖ്യ 1/3 ആയിട്ട് മാറി. ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോൾ സംഖ്യ 1/4 ആയിട്ട് മാറി. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ x/y എന്നെടുക്കുക. ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ ന്യൂമറേറ്റർ x+1 ആകും. ഡിനോമിനേറ്ററിന് മാറ്റമൊന്നുമില്ല, x+1/y. അപ്പോൾ നമ്പർ 1/3 ആയി, = 1/3. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അതായത് 3 × x+1, 3 × x+1 = y എന്നെടുക്കാം. y × 1, y = 3 × x+1. അത് ഇക്വേഷൻ 1 എടുക്കാം. ഇനി ഡിനോമിനേറ്ററിനോടാണ് 1 ആഡ് ചെയ്തപ്പോൾ ഭിന്നസംഖ്യ എന്തായിട്ട് മാറി? x/y+1 = 1/4 ആയിട്ട് മാറി. അപ്പോൾ ഇതും ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 4x = y+1 × 1, അതായത് y+1. 4x = y+1 എന്ന് കിട്ടുന്നു. ഇനി 1ലുള്ള ഈ വൈയുടെ വില നമുക്ക് 2ൽ ഇട്ട് കൊടുക്കാം. ഈ 2ലെ വൈക്ക് പകരം 3 × x+1 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 4x = വൈയുടെ സ്ഥാനത്ത് 3 × x+1 + 1 എന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ 3x + 3 എന്ന് വരും. 3 × x 3x, 3 × 1 3. ഈ 3x ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -3x ആകും. 4x - 3x = 3 + 1 4 ആകുന്നു. 4x - 3x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 3 × x+1 ആണ്. അപ്പോൾ അവിടെ എക്സിന് പകരം 4 എന്നിട്ട് കൊടുക്കുന്നു. 3 × 4 + 1, അതായത് 3 × 5 15. അപ്പോൾ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/15 ആണ്. ഇനി നമ്മുടെ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. അതായത് 4/15 ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി?
5/15, അതായത് 1/3 കിട്ടി. ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോഴോ 4/16 ആയി, അത് 1/4 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ ശരി.